നമസ്കാരം. നാളെ മെയ് 13 ചൊവ്വാഴ്ചയാണ്. ആഴ്ചയ്ക്ക് തുടക്കം കുറിച്ച് രണ്ടാമത്തെ ദിവസം കൂടിയാണ് നാളെ. നാളത്തെ ദിവസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ഗുണകരമായ കാര്യങ്ങൾ കൂടുതലായും ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു. ഗ്രഹ രാശി മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം ചില നക്ഷത്രക്കാർക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന ദിവസമാകുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഉണ്ട്. അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ നാളെ സംഭവിക്കാൻ പോവുക എന്ന് വിശദമായി തന്നെ അറിയാം. ഏവരും ഇഷ്ടദേവതയെ ഒരു നിമിഷം വന്ദിക്കുക, അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മി ദേവിയെ നമ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന അഥവാ അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യത ഒരല്പം കൂടുതലുള്ള ദിവസമാണ്. ധനസമ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്ന സമയം കൂടിയാകുന്നു. ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പലവിധ മാറ്റങ്ങളും അനുകൂലമായ മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ ഇവർക്ക് വളരെ കൂടുതലാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ ഇവർക്ക് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരുക, ജോലിക്കായുള്ള ശ്രമങ്ങൾ വിജയിക്കുക, ഇത്തരത്തിൽ പലവിധ കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ അശ്രദ്ധയാൽ സംഭവിക്കാം. ചില കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാത്തതിനാൽ അത്തരം കാര്യങ്ങൾ വന്ന് ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ചില വ്യക്തികളുടെ പ്രേരണയാൽ മാത്രം ചില കാര്യങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് എതിരാവുകയും ചെയ്യാം. അതിനാൽ ഏത് കാര്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. എന്നാൽ പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പല ദോഷകരമായ കാര്യങ്ങളെയും തട്ടിമാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ധനപരമായ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും ഒരൽപ്പം കൂടുതലാകുന്നു. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. അനുകൂലമായ മാറ്റങ്ങൾക്ക് സഹായകരമായ ദിവസമാകുന്നു. പല കാരണങ്ങൾ കൊണ്ടും പലവിധ പ്രതിസന്ധികളും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പ്രതിസന്ധികൾ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകുന്നതായ സമയമാണ്. പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾ അനുകൂലമാകാം. സന്തോഷകരമല്ലാത്ത പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. സാമ്പത്തിക കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ നേട്ടങ്ങൾ കടന്നു വരാം. ധനത്തിന് ആവശ്യം വരികയും അത്തരം ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണുകയും ചെയ്യാം. ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന പ്രവൃത്തികൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്പം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം പ്രധാനമായും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ഈ സമയം ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ നഷ്ടങ്ങൾ, ചില തിരിച്ചടികൾ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു.
എന്നാൽ ഇന്നേ ദിവസം പ്രധാനമായും ചില വ്യക്തികളുടെ സഹായം, പ്രധാനമായും പിന്തുണ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ഇന്നേ ദിവസം പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പലരുടെയും സഹായത്താൽ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം പൊതുവിൽ അനുകൂലമാണ് എങ്കിലും മുൻപ് പരാമർശിച്ചതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. പല വിധത്തിലും മാറ്റങ്ങൾ കടന്നു വരാം. പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. വിവിധ കോണിൽ നിന്നും അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുക, അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി സംഭവിക്കാവുന്ന ദിവസങ്ങൾ കൂടിയാകുന്നു. പ്രതിസന്ധികൾ പലതും ജീവിതത്തിലുണ്ട്. എന്നാൽ ആ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള പോംവഴി ലഭിക്കുകയോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ പിന്തുണ ലഭിക്കുകയോ ചെയ്യാം. സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. സന്തോഷം നൽകുന്നതായ ചില നിമിഷങ്ങൾ ഇന്നേ ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരാം. പരിശ്രമത്തിലൂടെ പല കാര്യങ്ങളും നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം പല കാര്യങ്ങളിലൂടെയും ധനനേട്ടങ്ങൾ, ധനപരമായ സഹായങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിച്ചതായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. എന്നാൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്നേ ദിവസം ചില അശ്രദ്ധയാലോ അല്ലെങ്കിൽ മറ്റ് തെറ്റുകളാലോ ജീവിതത്തിൽ നിന്നും ധനം നഷ്ടമാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ശത്രുക്കൾ ഇന്നേ ദിവസം ശക്തി പ്രാപിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എടുക്കുന്ന ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് എതിരായി ഭവിക്കുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. മീനം രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരാണ് മീനം രാശിയിൽ വരുന്നത്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ ഇന്നേ ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹത്തിന് അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സന്തോഷകരമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം കടന്നു വരാം. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. കാര്യങ്ങൾ നിങ്ങൾക്ക് മികച്ചതായി തീരാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല സാഹചര്യങ്ങളും അനുകൂലമായി തീർന്നു എന്ന് വരാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം അത് സഹായമായി ലഭിക്കാനോ കടവുമായി ബന്ധപ്പെട്ട് ലഭിക്കുവാനോ സാധ്യത കൂടുതലാകുന്നു. ധനപരമായ ആവശ്യങ്ങൾ താൽക്കാലികമായാണ് എങ്കിലും നിറവേറ്റുവാൻ സാധിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അനുകൂലമായ ചില മാറ്റങ്ങൾ, ആഗ്രഹിക്കുന്നതായ ചില മാറ്റങ്ങൾ കടന്നു വരാം. പല കാര്യങ്ങളിലും പിന്തുണ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുകൂലമായ സമീപനത്താൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും സന്തോഷിക്കാനുള്ള ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ഇന്നേ ദിവസം സംസാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അവർ ശക്തി പ്രാപിക്കുന്നതായ ദിവസമാണ്. അത്തരത്തിൽ ചില വിഷമങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില നഷ്ടങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. അശ്രദ്ധ പാടുള്ളതല്ല. അമിതമായ ചെലവ് ഇന്നേ ദിവസം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ചിലവ് ചില കാര്യങ്ങളിൽ വന്നു ചേരാം. അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി ഇന്നേ ദിവസം നിങ്ങൾ മുന്നോട്ട് പോവുക.